യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള സംഘർഷങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ഇലോൺ മസ്കിന് രാഷ്ട്രീയ അഭയം പ്രഖ്യാപിച്ചതായി നിയമസഭാംഗം ദിമിത്രി നോവിക്കോവ് അഭിപ്രായപ്പെട്ടു. സ്റ്റേറ്റ് ഡുമ കമ്മിറ്റി ഓൺ ഇൻ്റർനാഷണൽ അഫയേഴ്സിൻ്റെ ഫസ്റ്റ് ഡെപ്യൂട്ടി ചെയർമാൻ ദിമിത്രി നോവിക്കോവാണ് ഇങ്ങനെയൊരു അഭിപ്രായ പ്രകടനം നടത്തിയത്. മസ്കിന് തികച്ചും വ്യത്യസ്തമായ ഒരു തന്ത്രമുണ്ടെന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ അഭയവും ആവശ്യമില്ല. എന്നിരുന്നാലും അദ്ദേഹത്തിന് രാഷ്ട്രീയ അഭയം ആവശ്യമായി വന്നാൽ തീർച്ചയായും റഷ്യയ്ക്ക് അത് നൽകാൻ കഴിയും, ദിമിത്രി നോവിക്കോവ് പറഞ്ഞു. റഷ്യൻ വാർത്താ ഏജൻസിയായ ടാസിനോടാണ് നോവിക്കോവിൻ്റെ പ്രതികരണം. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഇംപീച്ച് ചെയ്യണമെന്ന ആവശ്യമടക്കം മസ്ക് ശരിവച്ചിരുന്നു. ജെഫ്രി എപ്സ്റ്റീൻ്റെ ലൈംഗിക ആരോപണ കേസ് ഫയലിൽ ട്രംപിൻ്റെ പേരുണ്ടെന്നും ഇലോൺ മസ്ക് വെളിപ്പെടുത്തിയിരുന്നു. അതേസമയം ഇലോൺ മസ്ക് പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചേക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് സാമൂഹിക മാധ്യമമായ എക്സിൽ മസ്ക് അഭിപ്രായ സർവേക്ക് തുടക്കം കുറിച്ചു. റിപ്പബ്ലിക്കൻസും ഡെമോക്രാറ്റുകളുമല്ലാത്ത 80% വരുന്ന ജനവിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ സമയമായില്ലേ എന്നതാണ് സർവേക്കൊപ്പം മസ്ക് ഉന്നയിച്ച ചോദ്യം. എന്നാൽ ഇലോൺ മസ്കിന് ഭ്രാന്തായെന്നും അതിനാൽ മറുപടി നൽകാൻ താനില്ലെന്നും യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. ABC ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് മസ്കിന് സ്ഥിരബുദ്ധി നഷ്ടമായെന്നും അത്തരമൊരാളുമായി സംസാരിക്കാൻ താനില്ലെന്നും ട്രംപ് പറഞ്ഞത്. എയർഫോഴ്സ് വണ്ണിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലും നിലപാട് ട്രംപ് ആവർത്തിച്ചു. ചൈനയുമായും റഷ്യയുമായും ഇറാനുമായും ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയാണ് ഇപ്പോൾ. ഇലോൺ മസ്കുമായി സംസാരിക്കാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ലെന്നും ട്രംപ് പറഞ്ഞു. മസ്കിന് ആശംസകൾ നേരുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിവാദമായ എപ്സ്റ്റീൻ ലൈംഗിക പീഡന ഫയലുകളിൽ ട്രംപിൻ്റെ പേരുണ്ടെന്നും അതുകൊണ്ടാണ് അന്വേഷണത്തിൻ്റെ വിശദാംശങ്ങളും കണ്ടെത്തലുകളും പരസ്യമാക്കാത്തതെന്നും ഇലോൺ മസ്ക് പറഞ്ഞിരുന്നു. എക്സിലെ പോസ്റ്റിലാണ് മസ്കിൻ്റെ ആരോപണം. പീഡനക്കേസിൽ വിചാരണ നേരിടുന്നതിനിടെ 2019 ജയിലിൽ ജീവനൊടുക്കിയ US ശതകോടീശ്വരൻ ജെഫ്രി എപ്സ്റ്റീൻ്റെ ലൈംഗിക അതിക്രമങ്ങൾ ഉൾപ്പെട്ടതാണ് എപ്സ്റ്റീൻ കേസ്. ഇരുവരും തമ്മിലുള്ള തർക്കം രൂക്ഷമായതോടെ പരസ്പരം പരസ്യമായി ലക്ഷ്യം വയ്ക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ആരോപണ പ്രത്യാരോപണങ്ങൾ. ട്രംപിനെ ഇംപീച്ച് ചെയ്യണമെന്നും വൈസ് പ്രസിഡന്റ് JD വാൻസ് പ്രസിഡന്റ് ആകണം എന്നും മസ്ക് അഭിപ്രായപ്പെട്ടിരുന്നു.